ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ അൺബോക്സിങ് ചെയ്യുക. അതെന്ന് വെച്ചാൽ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എനിക്കൊന്ന് തോന്നുന്നത്. എന്തുവായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ സംഭവങ്ങൾ അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് അൺബോക്സിങ് ചെയ്യാം. നോക്കട്ടെ എങ്ങനെയാണ് അത് വന്നേക്കുന്നതെന്നൊക്കെ. ഓർഡർ ചെയ്തതുപോലെ തന്നെയാണോ? പാക്കേജിങ് ആണേ, സൂപ്പർ പാക്കേജിങ് ആണ്. ഒരു സ്ലിംഗ് ബാഗ് ആണ്. എൻ്റെ ഡിസൈൻ ഒക്കെ സെയിം ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാങ്ങിച്ചൊരു സ്ലിംഗ് ബാഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്. ഒരു കവറൊക്കെ ഇട്ട് അത് സേഫായിട്ട് തന്നെയാണ് തന്നേക്കുന്നത്. ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. മെറ്റീരിയലൊക്കെ രസമുണ്ട്. ഇതാണ് സംഭവം. രസമുണ്ടല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. ഓരോരുത്തരുടെ ഇഷ്ടം ഓരോ രീതിയിലൊക്കെയാണല്ലോ. സിബൊക്കെ നല്ലതാണ്. പിന്നെ ഇവിടെ ഒരു ഇത് കുറേയുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഈ സൈഡിൽ തന്നെ ഇങ്ങനൊരു സാധനമുണ്ട്, വള്ളി ഇടാനുള്ളത്. അതിൻ്റെ വള്ളി വന്നിട്ടുണ്ട്. ഇതാണ് വള്ളി. സ്ലിംഗ് നമുക്ക് വേണമെങ്കിൽ വള്ളി ഇട്ട് തോടത്ത് തൂക്കാം. അതല്ല എങ്കിൽ ഇങ്ങനെ ഇടാം. ഈ വള്ളി എല്ലാവർക്കും ഫിറ്റ് ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ. ഞാൻ ഇങ്ങനെ ഒരു സൂത്രമുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പം ചില നമ്മുടെ ഗോൾഡിൻ്റെ മാലയൊക്കെ ഇടുന്നുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം അകത്തോട്ടാവും. അത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിടുക ഉണ്ടോ. അങ്ങനെ ഈ സൈഡിലും ഈ ഒരു സാധനമുണ്ട്. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ഫിറ്റ് ചെയ്യാനൊക്കെ. അതെ, ഇങ്ങനെ പ്രസ് ചെയ്യുക. ഈ ഒരു സാധനം ഇങ്ങനെ പ്രസ് ചെയ്യുന്നതാണ്. ഇത് ഇങ്ങനെ കൊടുത്തിട്ടാൽ മതി. വളരെ ഇതാവും. പിന്നെ ഇവിടുത്തെ സാധനം നമ്മുടെ സാധാ ബാഗ് പോലെ തന്നെ. വേണ്ട, ഇത് നമ്മുടെ സാധാ ബാഗ് പോലെ തന്നെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വലിപ്പം. വലിയ കുഴപ്പമൊന്നുമില്ല. സോഫ്റ്റ് ലെതറാന്ന് തോന്നുന്നു. പിന്നെ ഇത് സ്പേസൊക്കെ നോക്കട്ടെ. ഏതാണ്ടൊക്കെ മുട്ടായിക്കടലൊക്കെ അവരുടെ നാട്ടിലെ ഫുൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളുണ്ട്. ഫുൾ പ്ലാസ്റ്റിക് വേസ്റ്റ്. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ ബാഗുകൾ കയറ്റിപ്പിട്ട് തോന്നുന്നു. ഫുള്ള് എന്തോത്തിൻ്റെയൊക്കെയാണ്. ഏതാണ്ടൊക്കെ കവറുകള്. ഇതുണ്ടോ സുഖം എന്തൊക്കെയോ സാധനത്തിൻ്റെ കവറുകളാണ് ഫുള്ള്. എന്തുവാ ഇത് കണ്ടോ. ഏതാണ്ടൊക്കെ സാധനത്തിൻ്റെയൊക്കെ കവറുകൾ അവർ ഈ പറക്കി പാക്ക് ചെയ്തൊക്കെ. ഞാൻ പറഞ്ഞ വേസ്റ്റ് ഇപ്പം പ്ലാസ്റ്റിക് നിരോധിച്ചേക്കുമല്ലേ. അപ്പം ഈ പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഇതുപോലത്തെ സാധനത്തിനകത്ത് വെച്ച് അയച്ചേക്കാൻ തോന്നും. ഇത് കണ്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇതുകൊണ്ട് അത്യാവശ്യം ഒരു സ്പേസ് കുറേ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഇത് ഇങ്ങനെ അകത്ത് തുണിയൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല. അത്യാവശ്യം ഇതുണ്ട്. 2 ഉറയും ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അത്യാവശ്യം നമുക്ക് ലുക്കും ഉണ്ട്. കൈ പിടിക്കാം. വള്ളി ഇട്ട് കാണിക്കാണ്. വള്ളി ഞാൻ നീളമൊന്നും കൂട്ടിയില്ല. നീളം കൂട്ടാതെ ഇങ്ങനെ ഇടാം. ഈ സാധനം ഊരി മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ ഇടാം. ഇത് ഇങ്ങനെ നീളം കൂട്ടിയിട്ട് ക്ലിപ്പിനൊക്കെ ഇങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്നവർ തന്നെ ഇങ്ങനെ നീളം കൂട്ടാൻ നമ്മുടെ ആവശ്യത്തിന്. ഇങ്ങനെ സ്പ്രിങ്ങായിട്ടും അങ്ങനെ ഇടാൻ കൊള്ളാം കേട്ടോ. അതാണ് സ്പ്രിങ്ങായിട്ടും ഇടാൻ കൊള്ളാം. കുഴപ്പമില്ല. കംഫർട്ടബിൾ ഒക്കെയാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പോകാൻ കൊള്ളാം. അത്യാവശ്യം നല്ലൊരു എന്താ പറയുന്നത്, ഓവറും അല്ല എന്നാ അല്ലേ. ഇങ്ങനെ കൊള്ളാം. ഒരു അത്യാവശ്യം ഒരു വെള്ളവും ഒരു പൗഡർ കുപ്പിയാണ്. ഇത്ര ഉള്ള സാധനമൊക്കെ കൊള്ളും. ഒരു പൗഡർ കുപ്പി, ഒരു വെള്ളം, വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊള്ളും. അത്യാവശ്യം അത്രയൊക്കെ പോരായിരുന്നു. കുടയും വെള്ളവും ഒരു പേഴ്സും മൊബൈലും അത്യാവശ്യം പോകാം. അവർക്ക് അത്തരം പോരായോ. അതൊക്കെ കൊള്ളും. കുഴപ്പമൊന്നുമില്ല. ഒരു അത്രയൊക്കെ കൊള്ളും. പിന്നെ ഇഷ്ടംപോലെ സ്പേസസ് ഉണ്ട്. കൈവിട്ട്
ഇടാനും എടുക്കാനും അതുപോലെ ഇവിടെ എല്ലാം കുഴപ്പമില്ല. അപ്പോൾ അത്രയോടെ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു സൂൺ.